എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. സ്ത്രീ സുരക്ഷാ പെൻഷൻ ഇനി എന്ന് ലഭിക്കും? വ്യാപകമായിട്ടുള്ള വ്യാജ പ്രചരണങ്ങളും നടക്കുന്നുണ്ട്. എന്നാണ് ലഭിക്കുക എന്നുള്ള കൃത്യമായിട്ടുള്ള വിവരം നമുക്ക് ഇപ്പോൾ പറയാനാകുന്നില്ല എന്നുള്ളത് വളരെ സങ്കടകരമാണ്. കെട്ടിടനിർമ്മാണ തൊഴിലാളി പെൻഷൻ ഈ ജൂൺ മാസം ഉണ്ടാകും എന്നുള്ള വിവരങ്ങളുമുണ്ട്. അപ്പോൾ കുടിശ്ശിക ഉണ്ടാകുമോ എന്നൊന്നും ഇപ്പോൾ അറിയില്ല. പിന്നെ ക്ഷേമ പെൻഷൻ ജൂൺ മാസത്തേത് 25-ാം തീയതി തന്നെ ആയിരിക്കും ഈ മാസവും ലഭിക്കുക. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. സ്ത്രീ സുരക്ഷാ പെൻഷന്റെ കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്ത്രീ സുരക്ഷാ പെൻഷൻ എന്ന് ലഭിക്കും? ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഡെയിലി അപ്ഡേറ്റിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്. സ്ത്രീ സുരക്ഷാ പെൻഷൻ 2 ആഴ്ചക്കകം UDF സർക്കാർ അട്ടിമറിച്ചു എന്നൊക്കെ പറഞ്ഞൊരു വാർത്ത ദേശാഭിമാനിയിലെ ഓൺലൈൻ ന്യൂസ് കാണുകയും ആ സ്ക്രീൻഷോട്ട് സഹിതം നമ്മൾ പറയുകയും ചെയ്തിരുന്നു. അപ്പോൾ അതിൽ പറയുന്ന കാര്യം, സ്ത്രീ സുരക്ഷാ പെൻഷൻ എല്ലാ മാസവും 25-ാം തീയതി ലഭിച്ചിരുന്നു. അത് UDF സർക്കാർ വന്നിട്ട് കിട്ടിയില്ല, അത് അട്ടിമറിച്ചു എന്നാണ് പറയുന്നത്. പക്ഷേ ഇതിന്റെ ഒരു വാസ്തവം എല്ലാവർക്കും അറിയാം. ഇത് കിട്ടുന്ന ആളുകൾക്ക് അറിയാം. മാർച്ചിൽ മാത്രമാണ് കിട്ടിയത് പല ആളുകൾക്കും. പിന്നെ ചില ആളുകൾക്ക് ഫെബ്രുവരിയിലും മാർച്ചിലും മാത്രം ലഭിച്ച ഒരു പദ്ധതിയാണ്. മാർച്ചോട് കൂടി LDF സർക്കാർ നിർത്തിയ പദ്ധതിയാണിത്. തുടങ്ങിയത് ഫെബ്രുവരിയിൽ, തൊട്ടടുത്ത മാസം കൂടി നൽകിക്കൊണ്ട് നിർത്തിയ പദ്ധതിയാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി. അത് പിന്നെ UDF സർക്കാർ നൽകിയില്ല എന്ന് പറയുന്നത് എന്ത് വിരോധാഭാസമാണ് എന്നാണ് ചോദിക്കാനുള്ളത്. ഏപ്രിൽ മാസം നൽകാത്തത് എന്തുകൊണ്ട്? ഇലക്ഷന്റെ കാര്യമാണ് പറയാനുള്ളത് എങ്കിൽ ഏപ്രിൽ മാസത്തെ പെൻഷൻ നൽകിയിരുന്നു. വിഷുവിനോടനുബന്ധിച്ച് നേരത്തെ നൽകിയിരുന്നു പെൻഷൻ. പിന്നെ 1800 കോടി രൂപ വരുന്ന സർക്കാരിന് നീക്കിയിരുപ്പും നടത്തിയിരുന്നു. വെറും 300 കോടി രൂപ മാത്രം മതിയായിരുന്ന സ്ത്രീ സുരക്ഷാ പെൻഷൻ എന്തുകൊണ്ട് പിണറായി സർക്കാർ ഏപ്രിൽ മാസത്തിൽ 2026 ഏപ്രിൽ മാസത്തെ സ്ത്രീ സുരക്ഷാ പെൻഷൻ നൽകിയില്ല എന്ന ചോദ്യം അവിടെ അവശേഷിക്കുമ്പോഴാണ് UDF സർക്കാർ മെയ് മാസത്തിൽ ഇത് നൽകിയില്ല എന്ന് പറഞ്ഞ് വ്യാപകമായിട്ടുള്ള പ്രചരണം നടക്കുന്നത്. അപ്പോൾ തുടങ്ങിയതും LDF സർക്കാർ, നിർത്തിയതും LDF സർക്കാർ, വിതരണം ചെയ്തത് കേവലം 2 മാസം. 2021 LDF സർക്കാരിന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു ഈ ഒരു സ്ത്രീ സുരക്ഷാ പെൻഷൻ. നിരവധി പേർ അക്ഷയ കേന്ദ്രങ്ങളിലും വെയിലത്തും ഒക്കെ പോയി ക്യൂ നിന്നിട്ട് അപേക്ഷയൊക്കെ കൊടുത്ത് 2 മാസം കൊണ്ട് പദ്ധതി അവസാനിപ്പിക്കാനായിരുന്നോ ഈ ഒരു സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി തുടങ്ങിയത് എന്നുള്ള ഒരു ചോദ്യം മുൻ സർക്കാരിനോട് ഉണ്ട് എന്നുള്ളതാണ്. ഇനി ഈ ഒരു സർക്കാരിനോട് പറയാനുള്ളത് ഇത് തുടരണം എന്നുള്ളതാണ്. പാവപ്പെട്ട ആളുകൾ ഒരുപാട് ആശിച്ച പദ്ധതിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പദ്ധതി തുടരും എന്ന് തന്നെയാണ് പ്രതീക്ഷ. കാരണം മുമ്പുണ്ടായിരുന്ന സൈറ്റ് ബ്ലോക്ക് ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട്. വീണ്ടും അപേക്ഷ നൽകാനുള്ള ഒരു സാധ്യത തെളിഞ്ഞതുകൊണ്ട് തന്നെ പദ്ധതി തുടരും. UDF സർക്കാർ ഈ പദ്ധതി വീണ്ടും തുടരും. അതിനു വേണ്ടിയിട്ട് ബജറ്റിൽ ഫണ്ട് മാറ്റിവെക്കും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അപ്പോൾ സ്ത്രീ സുരക്ഷാ പെൻഷൻ ഈ മാസം 19-നാണ് ബജറ്റ് നടക്കുന്നത്. അതിനുശേഷം വിതരണം ഉണ്ടാകും എന്നുള്ളതാണ് ആദ്യഘട്ട വിതരണം. ഇനിയിപ്പോൾ കുടിശ്ശികയായ ഏപ്രിൽ മാസത്തെയും മെയ് മാസത്തെയും നമുക്കറിയില്ല. അത് ജൂൺ മാസം മുതൽ എന്തായാലും സ്ത്രീ സുരക്ഷാ പെൻഷൻ ലഭിക്കും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. മറ്റൊന്ന് ഈ മാസത്തെ പെൻഷനാണ്. ഈ മാസത്തെ പെൻഷന് 23-ാം തീയതി കടമെടുപ്പുണ്ട്. അതിനുശേഷം 24-ാം തീയതി ബുധനാഴ്ചയോ 25-ാം തീയതി വ്യാഴാഴ്ചയോ വിതരണം ചെയ്യും. 26-ാം തീയതി മുഹറം അവധിയാണ്. അത് ആ അവധി കഴിഞ്ഞതിന് ശേഷമായിരിക്കും കയ്യിൽ പെൻഷൻ വിതരണം ആരംഭിക്കുന്നത്. ഇനിയിപ്പോൾ പ്രചരണം ഉണ്ടാകും, മുഹറത്തിന് പെൻഷൻ കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ്. ഇപ്പം വലിയ പെരുന്നാളിന് പെൻഷൻ കിട്ടിയില്ല എന്ന വ്യാപകമായിട്ടുള്ള പ്രചരണം ഉണ്ടായിരുന്നു. അതുപോലെ ഇനിയും പ്രചരണങ്ങൾ നല്ല കേൾക്കാവുന്നതാണ്. നമുക്കറിയാം, ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് അറിയാം, കയ്യിൽ പെൻഷൻ 5-ാം തീയതിക്ക്, അതായത് ഈ മാസത്തെ പെൻഷൻ അടുത്ത മാസം 5-ാം തീയതിക്ക് മുമ്പായിരുന്നു ലഭിച്ചിരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ജൂൺ മാസത്തിലും പെൻഷൻ ലഭിക്കുന്നതാണ്. കെട്ടിടനിർമ്മാണ തൊഴിലാളി പെൻഷൻ ഈ മാസത്തേത് ഒരു മാസത്തേതാണോ എന്നറിയില്ല. ഈ മാസം ഉണ്ടാകും എന്നാണ് നമ്മൾ വിളിച്ചപ്പോൾ പറഞ്ഞത്. അവർക്കും കൃത്യമായിട്ട് കുടിശ്ശികയുടെ കാര്യത്തിൽ ഒരു വ്യക്തതയില്ല എന്നുള്ളതാണ്. പ്രവാസി പെൻഷനും മുടങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതെല്ലാം കിട്ടും എന്ന് പ്രതീക്ഷയാണുള്ളത്. ഫോണിൽ ബന്ധപ്പെടുമ്പോൾ പലപ്പോഴും നമുക്ക് ഫോൺ കണക്ട് ആകാത്തത് കൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള ഒരു അറിയിപ്പ് നൽകാൻ കഴിയാത്തത്. അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി കാണാം.